കേരളം എന്ന് പറയുന്നത് 3 മുതൽ 4 വരെ തീവ്രതയുള്ള ഭൂചലനങ്ങൾക്ക് സാധ്യതയുള്ള മേഖലയാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാവാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭൂചലനത്തെ സംബന്ധിച്ച് അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ തീവ്രത എത്രത്തോളമാണെന്നോ അല്ലെങ്കിൽ അത് ഏതൊക്കെ മേഖലകൾ എത്ര കിലോമീറ്റർ ദൂരപരിധിയിൽ അത് വ്യാപിച്ചു എന്നതിനെ സംബന്ധിച്ചോ കൃത്യമായ ഒരു ഔദ്യോഗിക കണക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഭൂചലനം അനുഭവപ്പെട്ടത്. ഈ കുന്നംകുളത്തിനും തൃശ്ശൂരിനും ഇടയ്ക്കുള്ള മേഖല, അവിടെ തന്നെയാണ് ഇന്ന് വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ പാലക്കാടൻ അതിർത്തി വരെയുള്ള ഈ മേഖലയിൽ തന്നെയാണ് വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്നലെ ഉണ്ടായ അതേ സ്ഥലത്ത്, അല്ലെങ്കിൽ അതിന് അടുത്തുള്ള ഏതോ ഒരു പ്രദേശം തന്നെയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത്. ഈ മേഖലകളിലേക്ക് കൂടി ഒരു പക്ഷേ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പ്രദേശം. അതായത് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരു തീവ്രത ഒരു പക്ഷേ നേരിയ തോതിൽ കൂടിയ അവസ്ഥ ഉണ്ടാവുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏത് മേഖലകളിൽ എത്ര തീവ്രത, എത്ര കിലോമീറ്റർ പരിധിയിൽ അത് വ്യാപിച്ചു എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അക്ഷയ. ശരി.